ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിപീസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ 1 kg തൂക്കം വരുന്ന ഓറിയോ കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് സ്പോഞ്ച് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലീൻ ആയൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വരെ ഡാർക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ലൈറ്റ് കൊക്കോ പൗഡർ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നീട് 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇടഞ്ഞെടുക്കണം. നമ്മുടെ മൈദയിലും കൊക്കോ പൗഡറിലൊക്കെ ചെറിയ ചെറിയ കട്ടകളും ചെറിയ വേസ്റ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കുന്നത്. ഈ വേസ്റ്റ് നമുക്ക് കളഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഈ അരിച്ച് വെച്ചിട്ടുള്ള കേക്കിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് ഒന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ. അതുമല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താലും മതി. എന്താ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. 5 മുട്ട ഇതുപോലെ ക്ലീൻ ആയ ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള എഗ്ഗാണെന്നുണ്ടെങ്കിൽ 4 എടുത്താൽ മതി. ഇത് ചെറുതായതിനെ കൊണ്ടാണ് 5 എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/4 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിലിട്ടിട്ടും പിന്നീട് ഹൈ സ്പീഡിലിട്ടിട്ടും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ ഈ ഒരു യെല്ലോ കളർ പോയിട്ട് വൈറ്റ് കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ വാനില എസൻസ് മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മുട്ടയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് തന്നെ പോയി കിട്ടും കേട്ടോ. എന്നിട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ഈ മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് 2-3 പ്രാവശ്യമായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഇളക്കരുത്. അങ്ങനെ ഇളക്കുമ്പം നമ്മുടെ ഈ പൊന്തി വന്നിട്ടുള്ള ഈ ഒരു മുട്ടയുടെ ഈ ബാറ്റർ ഉണ്ടല്ലോ ഇതൊക്കെ നന്നായിട്ട് താഴ്ന്നു പോകും. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇപ്പോൾ അറിയാൻ പറ്റും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ കേക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ പാൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ ബാറ്റർ തന്നെ കറക്റ്റായിട്ട് വരും. പാലിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. അതുകൊണ്ടാണ് കേക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം പാൽ ചേർത്ത് കൊടുക്കാമെന്ന് പറയുന്നത്. കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രമൊക്കെ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ഫ്ലെയിമിൻ്റെ മുകളിലായിട്ട് ഒരു പഴയ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഈ പാത്രം വെച്ചിട്ട് 1 മിനിറ്റ് സമയം നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം 30 മിനിറ്റൊക്കെ കഴിഞ്ഞ സമയത്ത് നല്ലൊരു സ്മെല്ല് വന്നു കേട്ടോ. കേക്ക് ബേക്കായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് ഇതുപോലെ തുറന്ന് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് വെച്ച് ഇതുപോലെ കുത്തി നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒട്ടി പിടിക്കുന്ന ആ രീതിയിലല്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഇതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കുന്നത് വരെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ റിച്ച് ഗോൾഡിൻ്റെ 1.5 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലേഡും പാത്രമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടും. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാനിവിടെ 1/4 കപ്പ് മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും 1/2 കപ്പ് ക്രീമും കൂടെ എടുത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഈ ക്രീം നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ക്രീം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മുടെ ക്രീം നന്നായിട്ട് തിക്കായിട്ട് വരും കേട്ടോ. ആ ചോക്ലേറ്റും അതുപോലെ തണുപ്പും ഒക്കെ കൂടെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ഈ ഒരു ചോക്ലേറ്റിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് പോലെയല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കേക്ക് ഞാൻ പാത്രത്തിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വീണ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടില്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്.
നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 3 ലെയറായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് 4 ലെയറായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അത്യാവശ്യം കട്ടിയിലാണ് ഈ സ്പോഞ്ച് എടുത്തിട്ടുള്ളത്. ആദ്യം ചുറ്റുഭാഗവും ഇതുപോലെ ഒന്ന് കത്തി കൊണ്ടൊന്ന് വരഞ്ഞെടുത്തിട്ട് പിന്നീട് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് വലിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി കേക്കിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, ഈ ഒരു അടിഭാഗത്തിനാണ് ഈ മുട്ടയുടെ ആ ഒരു കുത്തുന്ന സ്മെല്ല് വരിക. അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഞാൻ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ എന്നും ഐസിങ് ചെയ്യാറ്. ഇത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല, മക്കൾക്കാർക്കും വേണമെങ്കിലൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കളഞ്ഞെടുക്കാറാണ് പതിവ്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഹോർലിക്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ ബൂസ്റ്റോ അല്ലെങ്കിൽ കോഫി പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഹോർലിക്സാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ നല്ല തിളച്ച 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുക്കണം. പിന്നീട് നമുക്ക് വേണ്ടത് കേക്കിലേക്കുള്ള ഫില്ലിംഗ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഓറിയോ കേക്കാണല്ലോ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ക്രീമൊന്നും കളഞ്ഞിട്ടില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഐസിങ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇതാ ഐസിങ് ചെയ്തൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗം നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ആക്കിയിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ. കാരണം ഇതിന് മുകളിലായിട്ട് നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഇതുപോലെ വിതറി കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് നല്ല പൗഡർ ആക്കിയിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിൽ കൂടിയിട്ട് നന്നായിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കാം. ഓറിയോ കേക്ക് അതിനെ കൊണ്ടാണ് കേട്ടോ ഓറിയോ ബിസ്ക്കറ്റ് ഇതുപോലെ നമ്മൾ വിതറിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്തുള്ള പൗഡറൊക്കെ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. ഇനി സൈഡിലായിട്ടും ഞാൻ വെച്ചെടുക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റ് തന്നെയാണ് കേട്ടോ. ഒരു ബിസ്ക്കറ്റ് 2 എണ്ണാക്കി എടുത്തിട്ട് അതിലുള്ള ക്രീമൊക്കെ മാറ്റി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബർത്ത്ഡേക്കുള്ള വിഷസൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണ്ടൻറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ലെറ്റർ ബോർഡ് വെച്ചിട്ടോ ഒക്കെ നമുക്ക് എഴുതിയിട്ട് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും കൂടെ മറക്കരുതേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ
അടുത്തൊരു വീഡിയോയിൽ കൂടിയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.